നമുക്കൊരു വളരെ വലിയ സദ്വാർത്തയാണ്, ഗുഡ് ന്യൂസാണ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. ആ വിവരം നമ്മുടെ അലക്സ് പിതാവ് ഇവിടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. കണ്ണൂർ രൂപതയുടെ സഹായമെത്രാനായി മോൺസിഞ്ഞോർ ഡെന്നീസ് കുറുപ്പശ്ശേരിയെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാണ് മെത്രാനാകുന്നത്, സ്ഥാനം എന്നാ കൊടുക്കുന്നതെന്നൊക്കെയുള്ളത് പിന്നീട് നിങ്ങളെ അറിയിക്കുമായിരിക്കും. ഏതായാലും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ മോൺസിഞ്ഞോർ ഡെന്നീസ് കുറുപ്പശ്ശേരിക്ക് ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും സ്നേഹാശംസകളും നേരുന്നു. അദ്ദേഹം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ കണ്ണൂർ മെത്രാസന മന്ദിരത്തിലേക്ക് ആദ്യമായിട്ടാണ് അദ്ദേഹം വരുന്നത്. കണ്ണൂരിലേക്ക് തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു. ആണോ? കണ്ണൂരിലേക്ക് തന്നെ ആദ്യമാണ്. അങ്ങനെ ആദ്യമായിട്ട് വരുന്ന അദ്ദേഹത്തെ നമ്മളെല്ലാവരും വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ്. നിങ്ങളെല്ലാം ഇന്നലെ മുതൽ വളരെ ആകാംക്ഷ ഭരിതരായിരുന്നു, ഭയങ്കര സസ്പെൻസിലായിരുന്നു എന്ന് എനിക്കറിയാം. എന്നോട് പലരും ചോദിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ചിലരെന്നോട് ചോദിച്ചു പിതാവ് തിരിച്ചിങ്ങോട്ട് വരെയാണ് ഇനി ഏതായാലും അതില്ല, ഞാൻ തിരിച്ചു വരുന്നൊന്നുമില്ല. അല്ല, പിതാവ് തിരിച്ചു വരുന്നുണ്ടാവും, അതാണോ? ഇങ്ങനെ പല ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. അതുതന്നെയല്ല, ഒരാളെന്നോട് ചോദിച്ചു അല്ല ഓക്സിലറി ബിഷപ്പ് വരുന്നു പറഞ്ഞ് പിതാവാണ് ഇങ്ങോട്ട് വരാൻ പോണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പല വാർത്തകൾ ഇന്നലെ മുതൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഈ 3:30 മണിക്ക് നമ്മുടെ അലക്സ് പിതാവ് ആ വാർത്തകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ മോൺസിഞ്ഞോർ ഡെന്നീസ് കുറുപ്പശ്ശേരി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് അധികം സമയം പ്രസംഗിക്കാനുള്ള സമയമൊന്നുമല്ല. എങ്കിലും എനിക്കുള്ള സന്തോഷം, അദ്ദേഹം എൻ്റെ രൂപതക്കാരൻ, എൻ്റെ ഒറിജിനൽ രൂപതക്കാരനാണ്, കോട്ടപ്പുറംകാരനാണ്. അതുപോലെ തന്നെ അദ്ദേഹം പള്ളിപ്പുറംകാരനാണ്. ഞാൻ മാള പള്ളിപ്പുറമാണ്. ഒരു മാള ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും. അപ്പം അദ്ദേഹം പള്ളിപ്പുറം, ഞാൻ മാള പള്ളിപ്പുറം. പക്ഷെ അതൊക്കെ അടുത്തടുത്ത് ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയ കോട്ടകളൊക്കെ അതുമായിട്ടൊരു ബന്ധമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ശോഭിക്കും എന്നെനിക്കറിയാം. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇപ്പം 3, ആദ്യത്തെ മെത്രാൻ ഞാൻ, രണ്ടാമത്തെ മെത്രാൻ അലക്സ് പിതാവ്, മൂന്നാമത്തെ മെത്രാനായിട്ട് ഡെന്നീസ് മോൺസിഞ്ഞോറും വരികയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ പ്രത്യേകമായിട്ട് നിർത്തുന്നു.